കോണക്കി ഫുട്ബോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂറോപ്പിലെ കുറച്ച് ട്രാൻസ്ഫർ റൂമറുകളും അതുപോലെ തന്നെ അടുത്ത ആഴ്ച ഇന്റർനാഷണൽ ഫുട്ബോളാണ് നടക്കാൻ പോകുന്നത്. ലോക ഫുട്ബോളിന്റെ ക്വാളിഫിക്കേഷൻ റൗണ്ടുകൾ അതുപോലെ തന്നെ നാഷണൽ ലീഗ് മത്സരങ്ങൾ അടുത്ത ആഴ്ച നടക്കാൻ പോകുന്നത്. അപ്പൊ അതിന്റെയൊക്കെ 3 രാജ്യങ്ങളിൽ നിന്ന് അവരുടെ സ്ക്വാഡ് ലിസ്റ്റ് ഒക്കെ പുറത്ത് വിട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ചെറിയൊരു വിവരണമാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കതെ കുറച്ച് ട്രാൻസ്ഫർ റൂമറുകൾ തന്നെ പറയാം. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തങ്ങളുടെ തട്ടകത്തിൽ എത്തിക്കാൻ വെച്ചിരുന്ന ഒരു സൂപ്പർ ടാലന്റ് ആയിരുന്നു ജിയോവാനി കോണ്ടെ. പക്ഷെ ഇപ്പം ജിയോവാനി കോണ്ടെ ഇപ്പോൾ ചെൽസി ഹൈജാക്ക് ചെയ്തിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതെന്തായാലും ഒരു ഡൺ ഡീൽ തന്നെയാണെന്ന് പറയുന്നത്. പക്ഷേ എങ്കിലും അവസാനമായിട്ട് പേപ്പർ വർക്കുകളെയും ബാക്കിയുള്ളൂ എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് ഇന്ന് അറിയാൻ സാധിച്ചത്. എന്തായാലും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒരു ബിഗ് ലോസ് തന്നെയാണ്. കാരണം വളർന്നു വരുന്ന ഒരു സൂപ്പർ ടാലന്റ് ആണ് ജിയോവാനി കോണ്ടെ. സ്പോർട്ടിംഗ് ലിസ്ബണിന് വേണ്ടി ഈ സീസണിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ച് കൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന് നോക്കുകയാണെങ്കിൽ റയൽ മാഡ്രിഡ് സലീബേനെ അതുപോലെ തന്നെ എൻസോനെയും ബെർണാബിയിൽ എത്തിച്ചാൽ കൊള്ളാന്നുള്ള റൂമറുകളാണ് പുറത്തു വരുന്നത്. സലീബേനെ ഡിഫൻഡിലെ ബെല്ലിയാം എന്നാണ് ഇപ്പോൾ അവർ പരാമർശിച്ചിട്ടുള്ളത്. എങ്കിലും 2027 വരെ ആർസണൽ അദ്ദേഹത്തിന് കരാറുണ്ട്. ഇപ്പൊ സലീബയും പറഞ്ഞിട്ടുണ്ട് എനിക്ക് വേറെ ക്ലബിലും പോകണം, ആർസണൽ തന്നെ തുടർന്നാൽ മതി എന്നാണ് സലീബയും പറഞ്ഞിട്ടുള്ളത്. മറ്റൊന്ന് നോക്കുകയാണെങ്കിൽ ആർസണൽ തങ്ങളുടെ അടുത്ത സീസണിലേക്കുള്ള 2 സ്ട്രൈക്കേഴ്സുകളുടെ പേരുകൾ അവരുടെ പുതിയ സ്പോർട്ടിംഗ് ഡയറക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒന്ന് RB ലീപ്സിങ്ങിന്റെ ബെഞ്ചമിൻ ചെസ്കോയും മറ്റൊന്ന് ഇപ്പൊ പുതിയതായിട്ട് ന്യൂക്കാസിൽ യുണൈറ്റഡിന്റെ അലക്സാണ്ടർ ഇസാക്കിന്റെ പേരുമാണ് അവർ നിർദ്ദേശിച്ചിട്ടുള്ളത്. എന്തായാലും ഇസാക്കിന് പിന്നെ നേരത്തെ ലിവർപൂളാണ് കൂടിയിട്ടുള്ളത്, ഇപ്പം ആർസണൽ കൂടെ കൂടിയിട്ടുണ്ട്. ന്യൂക്കാസിൽ എന്തായാലും ഇസാക്കിനെ വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എങ്കിലും അവർ വിടുകയാണെങ്കിൽ നല്ലൊരു ഹൈ പ്രൈസിന് അവർക്ക് അവനെതിരെ ചോദിക്കും. കാരണം ഒരു 90 മില്യൺ 100 മില്യൺ അടുപ്പിച്ചുള്ള പ്രൈസ് അവർ വയ്ക്കും എന്നൊരു യാതൊരുവിധ സംശയമില്ല. കാരണം ഈ സീസൺ ന്യൂക്കാസിന് വേണ്ടി മികച്ച മിന്നും ഫോമിലാണ് അദ്ദേഹവും. മറ്റൊന്ന് നോക്കുകയാണെങ്കിൽ ലിവർപൂൾ തങ്ങളുടെ അടുത്ത സീസണിലേക്കുള്ള ഡിഫൻഡേഴ്സിന്റെ പേരുകൾ അവർ ഇപ്പം റൂമറുകൾ പുറത്തു വന്നിട്ടുണ്ട്. AFC ബോൺമൗത്തിന്റെ ഡീൻ ഹോൾസനും അതുപോലെ തന്നെ ലെഫ്റ്റ് ബാക്ക് ആയിട്ടുള്ള കിർക്കസിയൊക്കെയാണ് അവരുടെ റഡാറിലുള്ളത്. എനിക്ക് തോന്നുന്നു നോട്ടിംഗ്ഹാം ഫോറസ്റ്റിന്റെ മുറിയിലോ അല്പം കൂടെ ബെറ്റർ ആവും. കാരണം ഫിസിക്കലായിട്ടും ടെക്നിക്കലായിട്ടും നല്ല എബിലിറ്റിയുള്ള പ്ലെയർ ആണ്. അപ്പൊ ഇപ്പം ലിവർപൂളിന്റെ വരുന്ന റൂമർ അനുസരിച്ച് ഇപ്പം ഡീൻ ഹോൾസനെയാണ് ഇപ്പം ലിവർപൂളിന്റെ റഡാറിലുള്ളത്. മറ്റൊന്ന് നോക്കുകയാണെങ്കിൽ മാഞ്ചസ്റ്റർ സിറ്റി നോട്ടിംഗ്ഹാം ഫോറസ്റ്റിന്റെ ഗിബ്സ് വൈറ്റിനെ അടുത്ത സീസണിൽ തങ്ങളുടെ തട്ടകത്തിൽ എത്തിച്ചാൽ കൊള്ളാന്നുള്ള റൂമറുകൾ പുറത്തു വരുന്നുണ്ട്. ഈ സീസണിൽ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിന്റെ ആ മിന്നും പ്രകടനത്തിൽ ഏറ്റവും വലിയ പങ്ക് ഇപ്പം ഗിബ്സ് വൈറ്റിനുണ്ട്. മികച്ച ഫോമിലാണ് അദ്ദേഹം ഈ സീസണിൽ. അപ്പം മാഞ്ചസ്റ്റർ സിറ്റിയുടെ റഡാറിലാണ് ഗിബ്സ് വൈറ്റും. മറ്റൊന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പൊ അടുത്ത ആഴ്ചയിൽ ഇന്റർനാഷണൽ ഫുട്ബോളാണ് നടക്കാൻ പോകുന്നത്. ക്ലബ് ഫുട്ബോളൊന്നും അടുത്ത ആഴ്ച ഇല്ല. കാരണം ലോക ഫുട്ബോളിന്റെ ക്വാളിഫിക്കേഷൻ റൗണ്ടുകൾ അതുപോലെ തന്നെ നാഷണൽ ലീഗ് മത്സരങ്ങളാണ് അടുത്ത ആഴ്ച നടക്കാൻ പോകുന്നത്. അപ്പൊ അതിന്റെയൊക്കെ 3 രാജ്യങ്ങൾ അവരുടെ സ്ക്വാഡ് ലിസ്റ്റ് ഒക്കെ പുറത്തുവിട്ടിട്ടുണ്ട്. പോർച്ചുഗലും സ്പെയിനും ഇംഗ്ലണ്ടുമാണ് പുറത്തുവിട്ട രാജ്യങ്ങൾ. നമുക്കതിന് പോർച്ചുഗലിന്റെ സ്ക്വാഡ് ലിസ്റ്റ് തന്നെ നോക്കാം. പോർച്ചുഗലിൽ ക്യാപ്റ്റനായിട്ട് നായകൻ ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെയാണ് ഉള്ളത്. അപ്പൊ അതിലൊരു സർപ്രൈസ് എൻട്രി ജിയോവാനി കോണ്ടെയാണ്. 17 വയസ്സുകാരനായ ജിയോവാനി കോണ്ടെനെ ഇപ്പം ഫസ്റ്റ് ടീമിൽ സ്ക്വാഡ് ലിസ്റ്റ് ഇടം പിടിച്ചിട്ടുണ്ട്. അവരുടെ സ്ക്വാഡ് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ഗോൾ കീപ്പറായി ഡിയോഗോ കോസ്റ്റ, ജോസേസ, റൗൾ ആണ് ഗോൾ കീപ്പറായി വന്നിട്ടുള്ളത്. മറ്റൊന്ന് ഡിഫൻസ് നോക്കുകയാണെങ്കിൽ ഡാലറ്റ്, സെമേഡോ, ന്യൂനോ മെൻഡസ്, ന്യൂനോ ടവറസ്, ഗോൺസാലോ ഇനാക്കോ, റൂബൻ ഡിയാസ്, അന്റോണിയോ സിൽവ, റെനോട്ടോ വിയഗയാണ് ഡിഫൻഡിൽ വരുന്നത്. അതുപോലെ തന്നെ മിഡ്ഫീൽഡ് നോക്കുകയാണെങ്കിൽ ജാവോ പൊലിനിയോ, റൂബൻ നിവാസ്, ജാവോ ന്യൂവസ്, വിറ്റിനിയ, ബ്രൂണോ ഫെർണാണ്ടസ്, ബെർണാഡോ സിൽവയാണ് മിഡ്ഫീൽഡ് വരുന്നത്. അപ്പൊ അവരുടെ ഫോർവേഡുകൾ നോക്കുകയാണെങ്കിൽ ജാവോ ഫ്ലെക്സ്, ഫ്രാൻസിക്കോ ട്രിനാക്കോ, ഫ്രാൻസിസിക്കോ കോൺസ്റ്റാൻസിയോ, പെഡ്രോ നെറ്റോ, ജിയോവാനി കോണ്ടെ, റാഫേലിയോ, ഡിയോഗോ ജോട്ട, ഗോൺസാലോ റാമോസ്, അതുപോലെ തന്നെ ക്യാപ്റ്റൻ ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. അതുപോലെ തന്നെ ഇംഗ്ലണ്ട് അവരുടെ അടുത്ത ക്വാളിഫിക്കേഷൻ റൗണ്ടുകളുടെ ടീമിനെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ 2-3 മാറ്റങ്ങളാണ് ഇംഗ്ലണ്ടിന്റെ സ്ക്വാഡ് ലിസ്റ്റ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അവരുടെ ഗോൾ കീപ്പേഴ്സ് നോക്കുകയാണെങ്കിൽ ഡിയാൻ ഹെൻഡേഴ്സൺ, പിക്ഫോർഡ്, റാംസ്ഡെൽ, ട്രാഫോർഡ് ആണ്. മിഡ്ഫീൽഡറായിട്ട് ഡിഫൻസിൽ ബേൺ, കോൾവെൽ, കോച്ചി, ജോൺസ്, ജെയിംസ് കോൺസ, ആൻസലിന്റെ യങ്സ്റ്റേഴ്സുള്ള ലീസ് കെല്ലി, ലിവർമെറ്റോ, അതുപോലെ തന്നെ ലിവർപൂളിന്റെ യങ്സ്റ്റേഴ്സുള്ള ഡിഫൻഡർ ജാരൻ കോൺസ, അതുപോലെ തന്നെ വാക്കറാണ് അവരുടെ ഡിഫൻഡേഴ്സിൽ വരുന്നത്. മിഡ്ഫീൽഡർ നോക്കുകയാണെങ്കിൽ ബെല്ലിംഗാം, എസെ, ജോൺ ഹെൻഡേഴ്സൺ, ജോൺസ്, പാൽമർ, റൈസ്, റോഡേഴ്സ് ആണ് അവിടെ മിഡ്ഫീൽഡിൽ വിളിച്ചിട്ടുള്ളത്. അറ്റാക്കേഴ്സ് ആയിട്ട് ഒരു മാറ്റം വന്നിട്ടുണ്ട്. വാറ്റ്കിൻസിന്റെ മാറ്റി ഇപ്പം റാഷ്ഫോർഡ് അറ്റാക്കേഴ്സ് ആയിട്ട് വന്നിട്ടുണ്ട്. അറ്റാക്കേഴ്സ് നോക്കുകയാണെങ്കിൽ ബോവൻ, ഫോർഡൻ, ഗോർഡൻ, അതുപോലെ തന്നെ കെയ്ൻ, റാഷ്ഫോർഡ്, സോലങ്കിയാണ് അവർ കാലപ്പ് ചെയ്തിട്ടുള്ള അറ്റാക്കേഴ്സ്. മറ്റൊന്ന് നോക്കുകയാണെങ്കിൽ നാഷണൽ ലീഗിലേക്കുള്ള വേണ്ടിയുള്ള സ്ക്വാഡ് ലിസ്റ്റ് സ്പെയിനും പുറത്തുവിട്ടിട്ടുണ്ട്. അതിൽ 6 ബാഴ്സലോണ താരങ്ങളുണ്ട്. അതുപോലെ തന്നെ റയൽ മാഡ്രിഡ് അസൻസിയോ സ്ക്വാഡ് ലിസ്റ്റ് ഇടം പിടിച്ചിട്ടുണ്ട്.
സ്പെയിൻ്റെ സ്കോർ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ഗോൾ കീപ്പറായിട്ട് ഊനെ സിമിയൺ, ഡേവിഡ് റയ, റെമോറിയാണ്. ഡിഫൻഡേഴ്സായിട്ട് പെഡ്രോ പോറോ, മെങ്കോസ, കുബാർസി, അസൻസിയോ, ഇനിഗോ മാർട്ടിനസ്, ലിയനോർമാഡ്, കൊക്കറല, ഗ്രിമലാഡോ ആണ് ഡിഫൻഡേഴ്സായിട്ട് വന്നിട്ടുള്ളത്. അവിടെ മിഡ്ഫീൽഡേഴ്സായിട്ട് സുബമെൻഡി, കസേഡോ, ഫാബിയൻ റൂയിസ്, മെറീനോ, പെഡ്രി, ഓൾമോ, ബെയോനാണ് മിഡ്ഫീൽഡായിട്ട് വിളിച്ചിട്ടുള്ളത്. അവിടെ അറ്റാക്കേഴ്സായിട്ട് ലാമിൻ യമാൽ, എർമി പേനോ, ഫെറാൻ ടോറസ്, മൊറാട്ട, സാമോ, അയോസി, വില്യംസൺ, ബ്രയാൻ, ഓയർസബലാണ് അവിടെ മിഡ്ഫീൽഡായിട്ട് വിളിച്ചിട്ടുള്ളത്. അങ്ങനെ മികച്ച മത്സരങ്ങളാണ് അടുത്ത ആഴ്ച നടക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ റൗണ്ടിലായിരുന്നാലും അർജന്റീന, ബ്രസീൽ തമ്മിലുള്ള മത്സരമുണ്ട്. ബ്രസീൽ ഒരു മാറ്റം ഇപ്പം വന്നിട്ടുള്ളത്, നെയ്മർ പിന്മാറിയിട്ടുണ്ട്. നെയ്മറിന് പകരം ഇപ്പം എൻട്രിക്കിനെയാണ് ഇപ്പം ബ്രസീൽ ടീം കോളപ്പ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ മികച്ച മത്സരങ്ങൾ അടുത്ത ആഴ്ച വരാൻ പോകുന്നത്. അപ്പം മികച്ചൊരു മത്സരങ്ങൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും നമസ്കാരം.